പഴയ സാധനം വിറ്റ് കാശുണ്ടാക്കിയാലോ? വാ പറഞ്ഞുതരാം. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീ അപ്പ് എന്ന ഒരു ആപ്ലിക്കേഷൻ ആണേ. ഇതിനകത്ത് നമുക്ക് പഴയതും പുതിയതായിട്ടുള്ള സാധനങ്ങളെല്ലാം വിൽക്കാൻ പറ്റും. നമ്മൾ ഓൺലൈനായിട്ട് കുറേ സാധനങ്ങൾ മേടിക്കാറില്ലേ യൂസ് ചെയ്യാത്തത്. ഇപ്പം അതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാൻ പറ്റും. ഇതാണ് കേട്ടോ ഞാൻ വിറ്റ സാധനങ്ങളൊക്കെ 2 ഞാൻ വിറ്റിട്ടുണ്ട്. ഇപ്പം കുറേ സാധനങ്ങൾ ലിസ്റ്റും ചെയ്തിട്ടുണ്ട് വിൽക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് വിൽക്കാൻ ഭയങ്കര എളുപ്പമാണ്. AI ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സെല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല നമുക്ക് പഴയ സാധനങ്ങളൊക്കെ മേടിക്കുകയും ചെയ്യാം. ഇത് AI സെല്ലിംഗ് പ്ലാറ്റ്ഫോം ആണ്. സോ ഇതിനകത്ത് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളും ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പം നമ്മൾ ഒരു 50 രൂപയ്ക്ക് സാധനം മേടിച്ചെന്ന് വെച്ചോ, അതിനകത്ത് നമുക്ക് വിറ്റെന്ന് വെച്ചോ, നമുക്കൊരു 10 രൂപയ്ക്കും റവന്യൂ കിട്ടുന്നത്. ബാക്കി ഡെലിവറി ചാർജ് ആയിട്ട് പോകും. ഇപ്പം നമ്മൾ 99 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കാൻ വെച്ചെന്ന് വെച്ചാൽ നമുക്ക് 59 രൂപയായിരിക്കും കിട്ടുന്നത്. ബാക്കി ഡെലിവറി ചാർജും പ്ലാറ്റ്ഫോം ചാർജ് ആയിട്ട് പോകും. ഇപ്പം 150-ന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 109 രൂപ കിട്ടും. അങ്ങനെ കസ്റ്റമറിന്റെ ഈ സാധനം എത്തി 1 വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവത്തുള്ളൂ. ഈ 2 സാധനങ്ങൾ ഞാൻ വിറ്റതാണ്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വിൽക്കാനായിട്ട്. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് പഴയ സാധനങ്ങളും വാങ്ങാൻ പറ്റും. അതായത് യൂസ്ഡ് ആയിരിക്കും ഇതിനകത്തെല്ലാം. ലേഡീസിന്റെ ആയാലും ജെൻസിന്റെ ആയാലും യൂസ്ഡ് ക്ലോത്തും ഫാഷൻ പ്രൊഡക്ട്സ് ആയിരിക്കും കൂടുതൽ. സോ ഇതൊരു 19 റുപ്പീസ് സെയിലാണ്. ഇതിനകത്ത് നമുക്ക് കണ്ടോ ഇതുപോലുള്ള ടോയ്സും കാര്യങ്ങളും എല്ലാം വിലക്കുറവിൽ നമുക്ക് മേടിക്കാൻ പറ്റും. യൂസ്ഡ് ആയിരിക്കും ഇതെല്ലാം. ഇത് നമുക്ക് വിൽക്കാനായിട്ട് GST പാൻ കാർഡോ ആധാറോ ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഇത് നമുക്ക് ഓർഡർ റിസീവ് ആയി കഴിയുമ്പോൾ നമുക്ക് അവരുടെ നിന്ന് ഒരു ട്രാക്കിംഗ് ID കിട്ടും. ആ ട്രാക്കിംഗ് IDയും അവരുടെ പേരും മാത്രം എഴുതി നമ്മുടെ ഒരു പഴയ ബോക്സിനകത്ത് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് ഒട്ടിച്ച് കൊടുത്ത് വിട്ടാൽ മതി. നമ്മുടെ കയ്യിൽ റിട്ടേൺ എടുക്കാൻ പറ്റത്തില്ലേ ഡെലിവറി ബോയ്, അതേപോലെ ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് പൊക്കോളും. നമ്മളൊന്നും അറിയാം. ഈ സാധനങ്ങൾ നമ്മൾ കോയിനായിട്ടും വിൽക്കാൻ പറ്റും, ക്യാഷ് ആയിട്ടും വിൽക്കാൻ പറ്റും. കോയിനായിട്ട് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സാധനം മേടിക്കാനും പറ്റും. ക്യാഷ് ആയിട്ട് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.